ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുനെല്ലി മാനന്തവാടി തിരുനെല്ലി ബേഗൂർ റോഡിലെ തെട്രോഡിലാണ് നിൽക്കുന്നത്. ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും അതുമാത്രമല്ല നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പത്തിൻ്റെ കടകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ കുട്ടേട്ടൻ്റെ കടയുടെ അടുത്താണുള്ളത്. കുട്ടേട്ടൻ കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി എങ്കിലും മക്കൾ തന്നെയാണ് ഈ സംരംഭത്തിൽ ആകുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ള ബേഗൂർ റേഞ്ച് തെട്രോഡ് എന്ന് പറയുന്ന സ്ഥലം. ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഇതാണ്ടോ കുറേ മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ചെടി കണ്ടോ, അത് ഇതാണ് എന്താ പറയുക, കാട്ടുകൊന്ന എന്ന് പറഞ്ഞ ചെടി, കാട്ടുവാക. ഇതിപ്പോൾ വയനാട്ടിലെ ബേഗൂർ റേഞ്ച്, തോൽപ്പട്ടി റേഞ്ച് എന്നീ റേഞ്ചുകളിലെ വനങ്ങളിൽ അമിതമായി വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ ചെടികളൊന്നും ഇതിൻ്റെ കമ്പോ ഇലയോ ഒന്നും മറ്റു മൃഗങ്ങൾ ഭക്ഷിക്കുന്നില്ല. ഇത് അടിക്കാടുകളെ വളർന്നു വരുന്നതിന് വളരെയധികം രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ വന്യമൃഗങ്ങൾ വല്ലാതെ കൂടി വരുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു, ആൾക്കാരെ ആക്രമിച്ചു, ആനകളും അതുപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി ജനങ്ങളെ മൊത്തം ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. ഇതിപ്പോൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ പൂവാക എന്ന് പറയുന്ന സാധനം, കാട്ടുവാക, എവിടെയും ഇല്ലായിരുന്നു. വയനാട്ടിലെ കാടുകളിലൊന്നും ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് വളർന്നു വന്നതാണ്. ഇതിൻ്റെ സാന്നിധ്യം എങ്ങനെയുണ്ടായി, ഇതിനെ എങ്ങനെ നശിപ്പിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ അധികാരപ്പെട്ട ആൾക്കാരൊക്കെ നോക്കണം. അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ വനം പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നൊരു ഘട്ടത്തിലേക്ക് മാറും. വന്യമൃഗങ്ങളൊക്കെ വാസിക്കാൻ സ്ഥലമില്ലാതെ നാടിൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നതാണ് വലിയൊരു ഭീഷണിയായി നേരിട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഈ റോഡ് സൈഡിലുള്ള ഫോറസ്റ്റുകളല്ലാതെ ഇതിൻ്റെ പിന്നിലേക്ക് വെറുതെ കാടുകളൊന്നുമില്ല. വിശാലമായി മൈതാനം പോലെ ഇരിക്കുന്ന കാടുകളാണ് കാണുന്നത്. എന്ത് സംയോജിത വനവൽക്കരണമാണ് ഈ സർക്കാർ തലങ്ങളിൽ ചെയ്തു പോന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഈ വന മേഖലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തണമെന്ന് ഭരിക്കുന്നവനും ഭരണം നേടാനിരിക്കുന്നവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം മധു എം രാമൻ. എല്ലാവർക്കും നമസ്കാരം.